This is exactly how manifestation works. This is exactly how law of attraction works. ഇവിടെ ഈ കുഞ്ഞു മോൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അവന് യാതൊരു ഐഡിയയും ഇല്ല അവനൊരു സൈക്കിൾ കിട്ടുമോ ഒന്നും അറിയില്ല. അവന്റെ മനസ്സിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ കാണുന്ന സമയത്ത് അത് വേറെ ആർക്കൊക്കെയോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവനിലേക്ക് എത്താൻ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് അവൻ കാണുന്ന ഒരു കാര്യമാണ്. ബട്ട് ആ ഒരു ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിലുണ്ട് അല്ലെ, സൈക്കിൾ ഓട്ടുന്നതൊക്കെ അല്ലെ. ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ആ കുട്ടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതായിട്ട് ആക്ട് ചെയ്യാണ്. നമുക്ക് ഒരു ആഗ്രഹം നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ സീഡ് ആവുന്ന സമയത്ത് നമ്മൾ സ്ലോലി ആക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ 24 hours ചിന്തിച്ചുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും വരില്ല, റൈറ്റ്? സോ അത് എപ്പോൾ നമ്മളുടെ ആക്ഷനിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടോ ആ ഒരു ടൈമിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരികയാണ്. ഈ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളത് എന്താണ് അതിനറിയില്ല. സൈക്കിൾ ആരോ വാങ്ങിച്ചു കൊടുക്കുന്നോ, അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ട വീട്ടിൽ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നോ ഒന്നുമല്ല അല്ലെ. അതിന്റെ ഒരു ആഗ്രഹമാണ് അതിന്റെ ഒരു ആക്ഷനിൽ ഇങ്ങനെ വരുന്നത്, റൈറ്റ്? അതിന്റെ ഒരു ഭാവനയിൽ ആ കുട്ടി സൈക്കിൾ ഓടിക്കുകയാണ്, ആ കുട്ടി റൈഡ് ചെയ്യാണ്, സൈക്കിൾ റൈഡ് ചെയ്യാണ്, റൈറ്റ്? ആ ഒരു ഫീലിങ്സ് ഉണ്ട്, അത് വളയ്ക്കുന്നുണ്ടാവും, ബ്രേക്ക് പിടിക്കുന്നുണ്ടാവും, അതൊക്കെ ആ ഒരു ഫീലിങ്സ് കണക്ട് ചെയ്യുന്നുണ്ടാവും, സെൻസ് ചെയ്യുന്നുണ്ടാവും. ഈവൻ അത് ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കാര്യത്തിനോടുള്ള ചില ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു പ്രസൻസ് കൂടെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ആ കുട്ടി സൈക്കിള് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അതിന്റെ മനസ്സിൽ അത് സൈക്കിൾ ഓടിക്കുകയാണ്. ആൻഡ് ഫൈനലി അതിനറിയില്ല അത് എവിടുന്ന് വരും, ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമോ, ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു വിചാരിച്ചിട്ടുമല്ല ആ കുട്ടി ഒന്നും ചെയ്യുന്നത് അല്ലെ. ആ കുട്ടി ഒരു സൈക്കിൾ ആഗ്രഹിച്ച സമയത്ത് ആ കുട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ഡെലിവർ ആവുന്ന സമയത്ത് യൂണിവേഴ്സിന്റെ ചില മാജിക് ഉണ്ട്. സോ നമ്മൾ പറയുന്നത് ഈ നമ്മളുടെ ബിയോണ്ട് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ, നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടി ബെറ്റർ ആയിട്ടായിരിക്കാം പല കാര്യങ്ങളും. നമ്മളൊരു കാര്യം ജെന്യുവൻലി ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറമായിരിക്കും ആ ഒരു കാര്യം, പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ ഈ കുട്ടി സൈക്കിള് കിട്ടുന്നതിന് മുൻപ് എന്താണ് ആ കുട്ടിക്ക് കിട്ടിയത്? സൈക്കിള് ചവിട്ടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് കിട്ടുന്നത് അല്ലെ. ആ കുട്ടി എപ്പോഴെങ്കിലും ആ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം? മേ ബി ഉണ്ടായിരിക്കാം, മേ ബി ഇല്ലായിരിക്കാം അല്ലെ. പക്ഷേ ആ കുട്ടിയുടെ അത്ര ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കാം വരുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ വിട്ടുവിട്ടു പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം.